മാർവാടിയുടെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ചൊരു ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ കൂടിയും അയാളുടെ പൈസ എല്ലാം വാങ്ങിയിട്ട് അയാളുടെ കയ്യിൽ 10,000 രൂപ വെച്ചിട്ട് ഇത് കൊണ്ടുപോയി നീ ജീവിക്ക് എന്ന് പറഞ്ഞാലും അയാൾ വീണ്ടും ശക്തനായി തിരിച്ചു വരും. കാരണം അയാൾക്ക് അതിനുള്ള മെന്റൽ അക്യൂമെന്റ് അയാൾ ആർജിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോ നിങ്ങളുടെ വീടും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ മൊത്തം ആസ്തിയുടെ 10% കൂടാൻ പാടില്ല. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആയുസിന്റെ ആകെ സാധ്യമായിരിക്കും അവർ ഈ കെട്ടിപ്പൊക്കിയിട്ടുള്ള വീടുകൾ എന്ന് പറയുന്നത്. ഇത് ഈ രൂപത്തിലല്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു പോയിന്റർ മാത്രമാണ് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രൊജക്ട് ബേബിയുടെ പുതിയൊരു ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സമ്പാദ്യശീലങ്ങളെ പറ്റിയാണ്. എങ്ങനെ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് സാമ്പത്തിക സ്വാശ്രയത്വം നേടുവാനുള്ള സമ്പാദ്യശീലങ്ങൾ നമുക്ക് ഉണ്ടാക്കാമെന്നും അതിനുള്ള മാർഗങ്ങൾ, ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങൾ എന്തെല്ലാമെന്നും അതിൽ നമുക്ക് എങ്ങനെ മുന്നേറാമെന്നുമുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഷെയർ മാർക്കറ്റിൽ 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് ക്ലയൻസിന് വിജയകരമായ ഇൻവെസ്റ്റിംഗ് രീതികളിലേക്ക് വഴി നടത്തിയിട്ടുള്ള ഷമീൽ സജ്ജാദാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഷെയർ മാർക്കറ്റിലെ നിക്ഷേപ രീതികൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന്. ആദ്യമായി ചോദിക്കാനുള്ളത്, ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാർക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളാണ്. പലരും അതിനെ ഒരു തട്ടിപ്പ് രീതിയായി അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന ചൂതുകളിയായൊക്കെ കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു തെറ്റിദ്ധാരണ വഴി പല ആളുകൾക്കും ഏറ്റവും മികച്ച നിക്ഷേപ രീതിയാണ് നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര അധികം തെറ്റിദ്ധാരണകൾ ഇതിനെപ്പറ്റി വരാൻ കാരണം? പ്രധാനമായും 2 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമതായി മിസ് ഗൈഡൻസ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ഒരു ബ്രോക്കറുടെ അടുത്ത് ചെല്ലുമ്പോൾ ബ്രോക്കർ അയാളെ ശരിയല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അയാൾക്ക് സൂട്ടബിൾ അല്ലാത്ത ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഹൈ റിസ്ക് സെഗ്മെന്റ്സ് ആയിട്ടുള്ള ഇൻട്രാഡേ, ലിവറേജ്ഡ് ഇൻട്രാഡേ, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻസ് മാർക്കറ്റ്, ഇങ്ങനെയുള്ള മാർക്കറ്റുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ലിവറേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അതായത് കടമെടുത്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരാളുടെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 10 times 15 times ഒക്കെ അയാൾക്ക് എക്സ്പോഷർ കൊടുക്കും. ട്രാൻസാക്ഷൻ വോള്യൂം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് ആദ്യമേ തന്നെ ഇത്തരം പുതിയ ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും ബ്രോക്കേഴ്സ് കൊണ്ടുപോകുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ക്യാപിറ്റൽ നഷ്ടപ്പെടുകയും, ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഒരു ധാരണ അവരിൽ രൂഢമൂലമാവുകയും പിന്നീട് അവർ അതിനെ ആ രീതിയിൽ കാണുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. യഥാർത്ഥത്തിൽ ഒരു പുതിയ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുതിയ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് ചെറിയ മുതൽ മുടക്കുകൾ, ഡെലിവറി പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഓഹരി വാങ്ങിച്ച് നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് അതിന്റെ വില ഉയരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കച്ചവട രീതിയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇതിൽ നിന്ന് വരുന്ന ഡെറിവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലീവറേജ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പൊസിഷൻസ് ആണ്. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവയൊന്നും തന്നെ സൂട്ടബിൾ അല്ലെങ്കിൽ അയാളുടെ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് കൊണ്ടോ അയാളുടെ തുടക്കക്കാരൻ എന്നുള്ള രീതിയിലുള്ള ക്യാപിറ്റൽ കൊണ്ടോ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട മാർക്കറ്റുകളല്ല മറ്റൊന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഈ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ച കൊണ്ട്, 2 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ 1 മാസം കൊണ്ട് വലിയൊരു ലാഭം ഉണ്ടാക്കി പുറത്തു വരാൻ കഴിയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ക്വിക്ക് മണി, അതിനുള്ള ഒരു മേഖലയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ധാരണ ആളുകൾക്കിടയിൽ പരക്കെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോയി അത് ഇരട്ടിപ്പിച്ച് അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുന്ന ഒരു രീതിയാണ് എന്നുള്ള ഒരു ധാരണ പല ആളുകൾക്കിടയിലുമുണ്ട്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അടിസ്ഥാനപരമായി ഒരു രാജ്യത്തുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ഓഹരികൾ നമ്മൾ വാങ്ങിക്കുകയും ആ കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ ഒരു വിപണിക്കാണ് നമ്മൾ ഓഹരി വിപണി എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ ഇക്കണോമിയുടെ
വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവിടെ പിന്നെ പലതരത്തിലുള്ള കച്ചവടങ്ങളുമുണ്ട്, പലതരത്തിലുള്ള സെഗ്മെന്റുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഫിനാൻഷ്യൽ ലിറ്ററസി നമ്മൾ ആർജിക്കാതെ അതിന്റെ കാര്യത്തിൽ കേരളീയർ വളരെ പുറകിലാണ്. ഇപ്പൊ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് പോലെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാർവാഡീസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ്, വലിയ ട്രേഡേഴ്സ് എല്ലാം തന്നെ മാർവാഡീസ്, ഗുജറാത്തീസ് അല്ലെങ്കിൽ മുംബൈക്കർസ് ഇവരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. അവര് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത്. വലിയ വലിയ ബിസിനസ് ഹൗസസിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 3-4 സംസ്ഥാനങ്ങളിലുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു കൾച്ചറിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ്, റിസ്ക് ടേക്കിംഗ്, ബിസിനസ് എന്റർപ്രന്യൂർഷിപ്പ്, ഇൻഡസ്ട്രിയൽ അംബിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആ രീതിയിലല്ല. വളരെ സേഫ് ആയിട്ടുള്ള ഒരു സർവീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റു രീതിയിലുള്ള നിക്ഷേപ രീതികൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വെഞ്ചേഴ്സ് ഒന്നും തന്നെ അതിനെക്കുറിച്ചൊന്നും തന്നെ ആലോചിക്കാത്ത ഒരു മൈൻഡ് സെറ്റ് ആണ് ഒരു ആവറേജ് കേരള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുമ്പിലുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും സാധാരണഗതിയിൽ ആളുകൾക്ക് അവബോധമില്ലാത്തത് കൊണ്ടാണ് ഓഹരി വിപണിയെക്കുറിച്ച്, അതിന്റെ ഭാഗമായിട്ടുള്ള ഓഹരി വിപണിയെക്കുറിച്ചും ആളുകൾക്ക് തെറ്റായ ധാരണകൾ ഉള്ളത്. ഈ 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന്റെ കാരണങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോ നേരത്തെ പറഞ്ഞു, ഒരു രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ഷെയർ നമ്മൾ വാങ്ങുന്നതാണ് ബേസിക്കലി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ കമ്പനിയുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ആ ഷെയർ ഓണർ എന്നുള്ള നിലക്ക് നമ്മൾ മാറുകയാണ്. എന്നാൽ ഈ കൺസെപ്റ്റ് മാറ്റി ഇൻട്രാഡേയിലൂടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം, ഒരു ദിവസം കൊണ്ട് 10,000 സമ്പാദിക്കാം, ഈ രീതിയിലുള്ള പ്രചരണങ്ങളാണ് അധികവും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി വരുന്നത്. അതെ, അതായത് ഈ ഇൻട്രാഡേ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് സ്കില്ല് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമായിട്ടുള്ള ഏരിയാസ് ആണ്. ഉദാഹരണത്തിന് ഒരാള് ക്വാളിറ്റി സ്ക്രീൻ ടൈം, ഇയേഴ്സ് ഓഫ് സ്ക്രീൻ ടൈം അല്ലെങ്കിൽ മന്ത്സ് ഓഫ് കണ്ടിന്യൂസ് സ്ക്രീൻ ടൈം മാർക്കറ്റിൽ ചെലവഴിച്ചതിന് ശേഷം മാർക്കറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചും സ്റ്റോക്സിന്റെ മൂവ്മെന്റിനെ കുറിച്ചും മാർക്കറ്റിന്റെ ട്രെൻഡ്സിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രം സൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇത്. എന്നാൽ തന്നെയും അതിൽ കൺസിഡറബിൾ ആയിട്ടുള്ള റിസ്ക് നമ്മൾ ആണെങ്കിൽ ഏതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആദ്യം ചെയ്യുന്നത് ലീവറേജ് കുറയ്ക്കുക എന്നതാണ്. അതായത് ഓൾറെഡി മാർക്കറ്റിൽ ബ്രോക്കേഴ്സും എക്സ്ചേഞ്ചും കൊടുത്തുകൊണ്ടിരിക്കുന്ന ലീവറേജിനുള്ള പോസിബിലിറ്റി, അതിപ്പോ 10 മടങ്ങ് ലീവറേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ 15 ടൈംസ്, 48 മടങ്ങ്, 50 മടങ്ങ് വരെയൊക്കെ ലീവറേജ് കൊടുക്കുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. 50 ടൈംസ് ഒക്കെ നമ്മൾ ലീവറേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു പ്രൈസ് മൂവ്മെന്റ് മതി നമ്മളുടെ മൊത്തം ക്യാപിറ്റൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ. അപ്പോൾ ലീവറേജ് എന്താണ്? ലീവറേജ് ചെയ്യുന്നത് കൊണ്ട്, അതായത് നമ്മളുടെ ക്യാപിറ്റലിനേക്കാളും കൂടുതൽ പൊസിഷൻ എടുക്കുമ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന് സംഭവിക്കുന്നത് എന്താണ്, പ്രൈസ് മൂവ്മെന്റ്സിൽ അതിനുള്ള ഇഫക്റ്റ് എന്താണ്, ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റേബിൾ മാർക്കറ്റിൽ നമുക്കത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവബോധമില്ലാത്ത, ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഇത്തരം ഹൈ റിസ്ക് മാർക്കറ്റുകളിലേക്ക് ഒരു ബ്രോക്കർ ഇരുത്തുമ്പോൾ സംഭവിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണ, വളരെ തെറ്റായിട്ടുള്ള ഒരു പിക്ചർ അയാൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അയാൾ ചെയ്യേണ്ടിയിരുന്നത് താങ്കൾ പറഞ്ഞതുപോലെ ബേസിക് ഇൻവെസ്റ്റിങ്ങിൽ നിന്നും തുടങ്ങേണ്ടിയിരുന്നു. നല്ല ഓഹരികൾ വാങ്ങി അതിന്റെ പ്രൈസ് മൂവ്മെന്റ്, അതുപോലെ തന്നെ അത് പ്രോഫിറ്റ് എടുത്ത് വിറ്റ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് തന്റെ ക്യാപിറ്റലിന്റെ ചെറിയൊരു ഭാഗം കൊണ്ട് വേണമെങ്കിൽ റിസ്കി പൊസിഷൻസ് എടുക്കാം. പക്ഷെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ലെസൺസ് ഒന്നും തന്നെ സ്വായത്തമാക്കാതെ ഒരാൾ പോയിട്ട് ഹൈ റിസ്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഏതുപോലെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീന്തൽ അറിയാത്ത ഒരാളെ നമ്മൾ വളരെ വലിയ ആഴമുള്ള ഒരു പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് അതിന്റെ മധ്യഭാഗത്തേക്ക് തള്ളിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
അയാൾ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, എങ്ങനെയെങ്കിലൊക്കെ കരക്കെത്താം. അതല്ലാതെ ഒരു ചെറിയ ഒരു കുളത്തിൽ നന്നായിട്ട് നീന്തലിന്റെ ടെക്നിക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ച ഒരാളെ നിങ്ങൾ പിന്നെ അതിനുശേഷം കുറച്ചുകൂടി വലിയ കുളത്തിലേക്കോ പുഴയിലേക്കോ അല്ല കടലിലേക്കോ കൊണ്ട് തന്നെ ഇട്ടാലും ചിലപ്പോൾ അയാൾ രക്ഷപ്പെട്ടു വന്നു എന്നത്. അയാൾക്ക് സർവൈവിങ് ഇൻസ്റ്റിങ്സും സർവൈവിങ് സ്കിൽസും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ സമയം കൊണ്ട് അയാൾ ആർജിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോ ആദ്യം വേണ്ടത് മാർക്കറ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ ഫിനാൻസിലെ ഏതൊരു രംഗത്തേക്കും വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ അതിന്റെ ബേസിക്സിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം നമ്മൾ ഓരോ സംഗതികളിലേക്ക് ഇറങ്ങി ചെല്ലുക. ബേസിക് നോളജ്, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഉത്തരവാദപ്പെട്ട ആളുകൾ, സർക്കാരായിക്കോട്ടെ NGOs ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഉള്ള ഡ്രൈവ്സ്, അത് NGOസിന് ചെയ്യാം, പ്രൈവറ്റ് ഫേംസിന് ചെയ്യാം, ചെറിയ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് പ്രൈവറ്റ് ഫേംസിന് അത് ചെയ്യാവുന്നതാണ്. പക്ഷെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ നോളജ് ആളുകളിലേക്ക് വരിക എന്ന് പറയുന്നതിന് ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളുടെ ഒരുപാട് ആളുകൾക്ക് അവരുടെ 9 to 5 ജോബ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലം അവർ സ്പെൻഡ് ചെയ്ത സർവീസുകളിൽ നിന്ന് അവർക്ക് പോരേണ്ടി വരികയാണ്. ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജോലി ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലോ തന്നെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സ്കെയില് അല്ലെങ്കിൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോലിയിലേക്ക് തിരിച്ചു കയറാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ആശങ്കയുളവാക്കുന്ന ഒരു ചിന്തയായിട്ട് അവശേഷിക്കുകയാണ്. കാരണം റിസഷന്റെ സമയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ലിറ്ററസി ഉള്ള ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം ക്രൈസിസുകളെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി നേടിയെടുക്കുന്നതിനും സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മാർവാഡീസ് ആണെങ്കിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി ആണെങ്കിലൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ കുട്ടിയും ഇപ്പോ മാർവാഡീസിന്റെ ഇടയിൽ മാർവാഡി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഒരു മാർവാഡി ഫാമിലിയിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള ബിസിനസ് അക്യൂമൻ എന്ന് പറയുന്നത് അയാളുടെ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും നേടിയെടുക്കുന്നതാണ്. പണത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചും റിസ്ക് എടുക്കുന്നതിനെ കുറിച്ചും പൈസ ഇറക്കി പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും നമ്മളെക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് അത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഉള്ളത്. അവർക്ക് ചെറുപ്പം മുതൽ തന്നെ കിട്ടിയിട്ടുള്ള, അവർ വളർന്നിട്ടുള്ള, അവർ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും അവർ സ്വായത്തമാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് ഇത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏത് ടഫ് സിറ്റുവേഷനിലും അവർ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. ഒരു മാർവാടിയുടെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ചൊരു ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ കൂടിയും അയാളുടെ പൈസ എല്ലാം വാങ്ങിയിട്ട് അയാളുടെ കയ്യിൽ 10,000 രൂപ വെച്ചിട്ട് ഇത് കൊണ്ടുപോയി നീ ജീവിക്ക് എന്ന് പറഞ്ഞാലും വീണ്ടും ശക്തനായി തിരിച്ചു വരും. കാരണം അയാൾക്ക് അതിനുള്ള മെന്റൽ അക്യൂമൻ അയാൾ ആർജിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കയ്യിൽ എത്ര പൈസയുണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമുക്ക് ആസ്തികളുണ്ട് എന്നുള്ളതോ ഒന്നും തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫ്യൂച്ചറിലേക്കുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ഈ ആസ്തികളും ഈ സാഹചര്യങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ഒരു പുതിയ തലമുറയാണ് വരുന്നത് എങ്കിൽ അവർക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ലിറ്ററസിയും അതുപോലെ പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റും ഇത് രണ്ടും ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയ ഒരു ഇരകളാണ് പ്രവാസികൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്ത് ഒരുപാട് പേരുടെ ജോലി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പ് വളരെ ഹൈ സാലറി ഉണ്ടായിരുന്ന, വളരെയധികം ഇൻകം, മന്ത്ലി സാലറി ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരുന്നവർ പോലും ഒരു ജോലി നഷ്ടപ്പെടുന്നതോട് കൂടി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോവുകയാണ്. ഇത് നമ്മളെ മലയാളി പ്രവാസി സമൂഹത്തിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രവാസികൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകുന്നത്? അതിനെ മറികടക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും?
കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ തിങ്കിങ്ങിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ബഹുഭൂരിഭാഗം പ്രവാസികളുടെയും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ കാഴ്ചപ്പാടിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒരു ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യം വിശകലനം ചെയ്യാൻ തുടങ്ങാം. ഫിനാൻസിൽ, പേഴ്സണൽ ഫിനാൻസിൽ ദർ ഇസ് എ തമ്പ് റൂൾ, ഒരു 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 ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് പേഴ്സണൽ ഫിനാൻസിലെ യുവർ ഹൗസ് ആൻഡ് യുവർ വെഹിക്കിൾ ഷുഡ് നോട്ട് ബി മോർ ദാൻ 10% ഓഫ് യുവർ നെറ്റ് വർത്ത്. നിങ്ങളുടെ വീടും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ മൊത്തം ആസ്തിയുടെ 10% കൂടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബാക്കി 90% എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അതർ തിങ്സ് ലൈക്ക് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്, യുവർ ലിക്വിഡ് മണി, അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ഇൻകം ഏർണിംഗ് അസറ്റ്സ് ആയിരിക്കണം ബാക്കിയുള്ള 90%. ഇപ്പോ നമ്മൾ ബോംബെയിൽ അല്ലെങ്കിൽ ഗുജറാത്തിലൂടെയൊക്കെ നമ്മൾ പോകുക, അല്ലെങ്കിൽ ഡൽഹിയിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ ബേസിസിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളുടെ സ്ഥാപകന്മാരായിട്ടുള്ള ആളുകളുടെ റെസിഡൻഷ്യൽ ഏരിയാസിലൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ സാധാരണ ഒരു ശരാശരി ഗൾഫുകാരൻ ഉണ്ടാക്കുന്ന വീടിന്റെ വലിപ്പം പോലും ചിലപ്പോൾ ആ വീടുകൾക്കുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ അവരൊന്നും നിസ്സാരക്കാരൊന്നുമല്ല. അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഡീപ്പ് പോക്കറ്റ്സ് ഉള്ള ബിഗ് ഷോട്ട്സ് ആണ്. നമ്മളുടെ ജില്ലയിൽ തന്നെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. അത്രയും വലിയ വീടാണ്. അദ്ദേഹം ഇപ്പൊ നാട്ടിൽ ചെയ്യുന്നത് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ഇത്രയും വലിയ വീടിന്റെ ഒരു ഉടമസ്ഥൻ ഓട്ടോറിക്ഷ ഡ്രൈവർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കുകയില്ല. ഒരു തമാശ പറയണമെന്ന് മാത്രമേ നമുക്ക് തോന്നൂ. അപ്പൊ എന്താ സംഭവിച്ചത്? അയാൾക്കൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അയാൾ ഗൾഫിലായിരുന്നു, നല്ല വരുമാനം കിട്ടിയിരുന്ന എന്തോ കച്ചവടമോ അല്ലെങ്കിൽ ജോലിയോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? നാട്ടിൽ ഉള്ള ഏറ്റവും വലിയ വീട് പണി കഴിപ്പിച്ചു. ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ സ്രോതസ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പൊ നാട്ടില് അദ്ദേഹത്തിന്റെ ഉപജീവനം കഴിയണമെങ്കിൽ അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരേ ഒരു പണി, അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പണി അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ തന്നെ ഒരുപാട് സ്ക്വയർ ഫീറ്റുകളും ഒരുപാട് ഫിനിഷിംഗ് കോസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീടുകൾ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് കേരള സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ തമിഴ്നാടിലൂടെ സഞ്ചരിക്കുക, അല്ലെങ്കിൽ കേരളമല്ലാത്ത ഏതൊരു സംസ്ഥാനത്തിലും നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും തന്നെ നമുക്ക് കാണൂല എന്നല്ല, റയർ ആയിട്ട് നമുക്ക് വലിയ വീടുകൾ കാണാം. പക്ഷെ ഇത്ര കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്രയും വലിയ ഗൃഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതിന്റെ അർത്ഥം ഉള്ള ആളുകളൊക്കെ നമ്മളത്ര കഴിവില്ല ആളുകളാണ് എന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളും വലിയ റെപ്യൂട്ടഡ് ഓൾഡ് ബിസിനസ് ഫാമിലീസിൽ നിന്ന് വരുന്ന ആളുകളും ഒക്കെ താമസിക്കുന്ന വീടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ ഡിഫറെന്റ് പ്രോസസ് ഓഫ് തിങ്കിങ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിങ്കിങ് പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ എബിലിറ്റി എന്ന് പറയുന്നത് അത് ആളുകളെ കാണിക്കേണ്ടത് അവരുടെ വീടുകളിലൂടെയല്ല, നേരെ മറിച്ച് അവര് കെട്ടിപ്പടുത്തിട്ടുള്ള അവരുടെ വ്യവസായ സംരംഭങ്ങൾ അതിന് തെളിവാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ ഫങ്ഷനിങ് ബിസിനസ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതിലുള്ള അവരുടെ എക്സലൻസ്, അതുപോലെ തന്നെ അവരുടെ നല്ല ഇൻവെസ്റ്റ്മെന്റുകൾ, ഇതാണ് അവർക്ക് മനസ്സമാധാനം കൊടുക്കുന്നത്. നേരെ മറിച്ച് അവരുടെ വീടുകളുടെ സ്ക്വയർ ഫീറ്റോ മറ്റു കാര്യങ്ങളോ അല്ല. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോ ഈ രീതിയിൽ പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ പറയേണ്ടതായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. എന്നാൽ നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻഷ്യൽ പ്രോസസ്, ആ പ്ലാനിങ് പ്രോസസ് എത്രത്തോളം ഫോൾട്ടി ആണ്, എത്രത്തോളം തെറ്റാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആയുസിന്റെ ആകെ സാധ്യമായിരിക്കും അവർ ഈ കെട്ടിപ്പൊക്കിയിട്ടുള്ള വീടുകൾ എന്ന് പറയും. ഇത് ഈ രൂപത്തിലല്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ഒരു പോയിന്റർ മാത്രമാണ് പറഞ്ഞത്. വേൾഡ് ഫേമസ് ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫെ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോട്ട്, ഡോണ്ട് സേവ് ആഫ്റ്റർ യു സ്പെൻഡ്, ഡോണ്ട് സേവ് ആഫ്റ്റർ യു സ്പെൻഡ് ആഫ്റ്റർ യു സേവ് എന്നാണ്. ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളും എന്ത് ചെയ്തിട്ടില്ല, വളർന്നിട്ടില്ല. അത് നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആയിക്കോട്ടെ,
അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിലുള്ള ആയിക്കോട്ടെ, ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് യു ഡോണ്ട് ഗ്രോ.